ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചി കറിയാണ്. ഇന്ന് ഉത്രാടമാണ്, നാളെ നമുക്ക് തിരുവോണമാണ്. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം. അപ്പോൾ ഇത് ഇഞ്ചി കറിയും നമ്മുടെ കടുമാങ്ങ ഒക്കെ പരിപാടികളൊക്കെ ഇന്ന് നമുക്ക് തുടങ്ങാമല്ലോ, അച്ചാർ ഐറ്റംസൊക്കെ, നാരങ്ങ. അപ്പോൾ ആദ്യം എൻ്റെത് ഇഞ്ചിക്കറി ചെയ്യാൻ പോവാണ്. 101 കറിക്ക് സമമാണ് ഇഞ്ചിക്കറി എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ചെയ്യാൻ പോവാണ്. ഇത് ഞാൻ വളരെ ലൈറ്റായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ, വളരെ തിന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുക. മാക്സിമം തിന്നാക്കാവോ അതുപോലെ ആക്കുക. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാം ഏകദേശം ഒരേ തിക്നെസ് വേണം ഇരിക്കാൻ. കാരണം നമ്മളിത് വറക്കാൻ പോവാണ്, ഒരുമിച്ച് വറുത്ത് കിട്ടണം. പിന്നെ നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത്, അല്ലെങ്കിൽ ഉള്ളി ഇല്ലാത്തവർക്ക് ചെറിയ സവോളയാണെങ്കിലും ചെറിയ രീതിയിൽ അരിഞ്ഞു വെക്കാം. പിന്നെ ഞാൻ കുറച്ച് ശർക്കര, ഒരു 1/2 സ്പൂണോളം, 1/4 സ്പൂണോളം ശർക്കര എടുത്ത് ചീകി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. നമുക്ക് ഇത്ര ആയിട്ടാണ് ഞാനിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ഇനി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ വെളിച്ചെണ്ണയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഞങ്ങൾക്ക് ഇവിടെ ഇത്തിരി തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നാളെ ആകുമ്പോൾ കട്ടയായിട്ടിരിക്കും. എനിക്ക് ശരിക്കും ഇഞ്ചിക്കറിയുടെ ആ ഒരു ഇഞ്ചിക്കറിയുടെ ഒരു കൺസിസ്റ്റൻസി കിട്ടാത്തില്ല. അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഞങ്ങളുടെ ഇവിടുത്തെ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഐറിഷ് റേപ്പ് സീഡ് ഓയിൽ എന്ന് പറയും, ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് എണ്ണ ചൂടായി കഴിയുമ്പം ഞാൻ ആദ്യം ഇഞ്ചി ഇടുന്നു. ഇനി ഈ ഇഞ്ചി ഒന്ന് വറുത്തിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത കാര്യം കാണിച്ചു തരാം. ഇത് ശരിക്കും ഒന്ന് വറുത്ത് വരണം. നന്നായിട്ട് ഇളക്കി, ഇതിനകത്ത് ഉപ്പൊന്നും ഇടണ്ട. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി നല്ല രീതിയിൽ ഇത് വറുത്തെടുക്കുക. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഉദ്ദേശം. മാക്സിമം വറുത്തെടുക്കുക, എന്നാൽ കരിയും ചെയ്യരുത്. ആ ഒരു ലെവലിലേക്ക് എത്തുക. കാരണം ഇതിൻ്റെ ഒരു കളർ അറിയാമല്ലോ, ഇഞ്ചിക്കറി ആകുമ്പോൾ ഒരു കറുപ്പ് ബ്രൗൺ നിറമാണല്ലോ. അപ്പോൾ അത് നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ മാക്സിമം വറുത്തെടുക്കുക. നന്നായിട്ട് വറുത്തെങ്കിൽ മാത്രമേ ഇഞ്ചിക്കറി ശരിയാകത്തുള്ളൂ. ഇഞ്ചി വറുത്ത് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കിടന്നു കഴിഞ്ഞാൽ ഇത് കരിയും, ബ്ലാക്ക് നിറത്തിലേക്ക് പോകും. അതിന് മുമ്പ് തന്നെ ഞാനിത് എടുക്കുകയാണ് കേട്ടോ. ഈ എണ്ണയിലേക്ക് തന്നെ ഞാൻ അടുത്തത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അല്ലെങ്കിൽ സവോള ചേർക്കുന്നു. ഇനി ഇതുപോലെ തന്നെ വഴറ്റി കിട്ടണം. ഇതുപോലെ തന്നെ വറുത്ത് ഇതും ചേർക്കുക ഇതിലേക്ക്. കറിവേപ്പിലയും കൂടെ കിടന്നോട്ടെ. പിന്നെ ഇത് വറുത്തതിന് ശേഷം നമ്മൾ ഈ 2 ഐറ്റങ്ങളും കൂടെ കൂട്ടി നന്നായിട്ട് അരച്ചെടുക്കുന്നു. അങ്ങനെ ഉള്ളി വറുത്തത് ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഇഞ്ചി വറുത്തത്, ഇത് രണ്ടും കൂടെ നമ്മൾ അരയ്ക്കാൻ പോവാണ്. അരച്ചിട്ട് വരാം. അതിലേക്ക് തന്നെ കടുക് ഇട്ടു. ഈ സമയത്ത് ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും ഇടാം. ഉണക്കമുളക് ഇടുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു ഭംഗിയൊക്കെ ആയിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങി. അപ്പോൾ ഈ സമയത്ത് കറിവേപ്പില ഇടുന്നു. ഇനി ഞാൻ പതുക്കെ തീ കുറയ്ക്കുകയാണ്, കാരണം എനിക്ക് പൊടികളൊക്കെ ഇടാൻ പോവാണ് ഞാൻ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ലേശം മുളക് പൊടി ഇടുന്നു. ഇനി ഒരല്പം കായപ്പൊടി ഇടുന്നു, ഒരു പേരിന്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. ഞാനിവിടെ പുളിവെള്ളം ഒരു അര നെല്ലിക്ക വലിപ്പത്തി, ഒരു നെല്ലിക്കയില്ല, ഒരു 1/2 നെല്ലിക്ക വലിപ്പത്തി. എനിക്ക് വേണ്ട ഇഞ്ചി അത്ര ഉള്ളായിരുന്നല്ലോ, ഒരു ചെറിയ 2 കഷ്ണം ഇഞ്ചിയായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഒരു 1/2 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നന്നായിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ച വെള്ളമാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് ചേർക്കാം. ഇഞ്ചിക്കറിയുടെ ഒരുവിധ ഐറ്റങ്ങളെല്ലാം ചേർന്നു. നന്നായിട്ട് ഇനി ഇളക്കുക. ഇനി ഇഞ്ചിക്കറി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഉപ്പൊക്കെ നോക്കുക, ചേർക്കുക. ഇനി ഇത് കുറച്ച് കുറുകിയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ലേശം തിളച്ച വെള്ളം ഒരു ലേശം കൂടെ ചേർക്കാം. എന്നാൽ നമുക്ക് ഇത്രയും ശരിക്കും കുറുക്കം വേണ്ടല്ലോ. ഇഞ്ചിക്കറി സദ്യയുടെ ആകുമ്പോൾ കുറച്ചൊന്ന് നീണ്ടിരിക്കണം, കാരണം കുറച്ച് കഴിയുമ്പോൾ ഇത് പിന്നെ അല്പം കൂടെ കുറുകും. ഈ സമയത്ത് ശർക്കര ഇടുന്നു. ശർക്കര നന്നായിട്ട് അലിഞ്ഞ് യോജിച്ച്. ഞാനിതുവരെ ഉപ്പിട്ടില്ലായിരുന്നു. ഉപ്പ് ഞാനിപ്പോൾ ഇടാൻ പോകുന്നേ ഉള്ളൂ. ഒന്നിലും ഞാൻ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഇത്രത്തിന് ഏകദേശം എനിക്ക് ഒരു
ഏകദേശം ടേബിൾ സ്പൂണാണ്. 1/2 ടേബിൾ സ്പൂണിനടുത്ത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. കാരണം അത്രയും പുളിയൊക്കെ ചേർത്താണല്ലോ നമ്മൾ. ഇനി നമുക്കത് പാകമാണെന്ന് നോക്കാം. നല്ല ഇഞ്ചിക്കറിയാണ്. കറക്റ്റാണ്. ഉപ്പും എരിവും എല്ലാം ഉണ്ട്. നല്ല ഇഞ്ചിക്കറി കണ്ടോ. ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഈ രീതിയിൽ നിൽക്കണം ശരിക്കും സദ്യയുടെ ഇഞ്ചിക്കറി. ഇത് നമ്മൾ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്ത് ഇത് അടുപ്പത്തുനിന്ന് മാറ്റുകയാണ്. ഇഞ്ചിക്കറി റെഡി. കണ്ടോ ഇങ്ങനെ ഇത്തിരി ഒന്ന് ഒഴിച്ചാൽ പറ്റുന്ന രീതിയിൽ നിൽക്കണം. ഇലയിലൊക്കെ നമ്മളിങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കരുത്. ഒരു ലേശം ഒന്ന് ഒഴുകണം. ഞാനിപ്പം ഇത്ര ഒരു ഇഞ്ചിക്കറി വെക്കാനുണ്ട്. ഇതിപ്പോൾ ഏകദേശം നമുക്കൊരു 10-15 പേർക്കോളം വിളമ്പാൻ പറ്റും. സുഖമായിട്ട് വിളമ്പാം. 15 പേർക്ക് കൂടുതൽ വിളമ്പാം. ഞാനിപ്പോൾ ഒരു 5 പേര് ഞങ്ങൾ കഴിക്കാൻ ഓണസദ്യയ്ക്ക് വേണ്ടി ഞാൻ ഒരുക്കിയതാണിത്. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു ടൈപ്പ് ഇഞ്ചിയുടെ ഒരു 2 എണ്ണം, ഒരു 2 ടൈപ്പ്, ഈ ഒരു ടൈപ്പിലുള്ള വലിപ്പത്തിലുള്ള 2 ഇഞ്ചി എടുത്തിട്ടുള്ളൂ ഞാൻ ഇത്ര ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ ബാക്കിയുള്ള അളവുകളൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇത് ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കുക. നല്ല ഇഞ്ചിക്കറിയാണ്, സദ്യ സ്റ്റൈൽ ഇഞ്ചിക്കറി. ഇനി നമുക്ക് ബാക്കി നാരങ്ങ അച്ചാറും ബാക്കിയുള്ള ഐറ്റംസൊക്കെ പതുക്കെ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് പ്ലീസ്.